ഗൈസ്, എല്ലാവർക്കും നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമിഴയും കണ്ടു കാണും. അപ്പോൾ നമ്മുടെ തമിഴിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡ് കവറിങ് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പ്രയോജനമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഗോൾഡ് കവറിങ്ങിൻ്റെ കമ്മൽ, മാല, മൂക്കുത്തി, മോതിരം, കൊലുസ് ഇങ്ങനെയൊക്കെ ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങളാണ് കൂടുതൽ വാങ്ങിച്ച് യൂസ് ചെയ്യാറ് ആൾക്കാർ. അപ്പോൾ അത് ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു 6 മാസം ഒക്കെ ഗ്യാരണ്ടി ഉള്ള സാധനങ്ങളായിരിക്കും നമ്മളിപ്പോൾ ഗോൾഡ് കവറിങ്ങിൻ്റെ സാധനങ്ങൾ മേടിക്കാം. ഇത് പെട്ടെന്ന് കളറൊക്കെ പോകും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പോൾ തന്നെ ഒരു എക്സാമ്പിൾ കാണിച്ചിരുന്നത്, ഇത് നല്ല രീതിയിൽ കറുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ പച്ച തുരുമ്പൊക്കെ എടുപ്പിച്ചിട്ടുള്ളൊരു മാലയാണ്. അപ്പം നമ്മളത് ഒരുപാട് പഴക്കം ചെന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു വർഷം വരെയൊക്കെ ഉള്ള ഒരു പഴക്കമുള്ള ഇതായിരുന്നു കേട്ടോ. ഞാൻ കുറേ തപ്പി ആരെ കയ്യിലില്ല ഇത്തിരി പഴക്കമുള്ളത്. അപ്പം നമുക്കിങ്ങനെ എക്സാമ്പിൾ കാണിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളല്ലെങ്കിൽ വിചാരിക്കുന്ന ഒരു പുതിയ മാല വാങ്ങിച്ചിട്ട് അതിനെന്തെങ്കിലും കുറച്ച് കളർ ചേർത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നേക്കാം. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ കാട്ടി നിങ്ങളുടെ സംശയം തീർക്കാൻ വേണ്ടി ഒരുപാട് എന്താ പഴക്കം ചെന്ന് നല്ല പച്ചപ്പൊക്കെ ക്ലാവ് കേട്ടോ, ക്ലാവൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ഗോൾഡ് കവറിങ്ങിൻ്റെ ചെയിനാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ ക്ലാവൊക്കെ കളയാൻ പറ്റും. അത് എളുപ്പമുള്ള 2-3 പൊടിക്കയിലാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പം നിങ്ങൾ പലരും ഈ ഗോൾഡ് കവറിങ്ങിൻ്റെ സാധനങ്ങൾ കളറൊക്കെ പോകുമ്പോൾ എടുത്ത് കളയാറായിരിക്കും പതിവ്. ഇനി കളയൊന്നും വേണ്ട, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കണം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ ക്ലാവൊക്കെ പിടിച്ച് ഗോൾഡിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇതിലാണൊന്ന് പരീക്ഷിക്കാൻ പോകുന്നത്. നമുക്ക് ഒരു നാരങ്ങ ഫുള്ളായിട്ട് നമുക്ക് നീര് പിഴിഞ്ഞ് നാരങ്ങയുടെ കുരുവിലെടുത്ത് കളയാൻ കേട്ടോ, അതിൽ കിടക്കട്ടെ. ഇനി ഇതിലോട്ട് നമ്മൾ കളർ വരുത്താൻ വയ്ക്കുന്ന മാല എടുത്ത് നമുക്ക് ഇതിലോട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ഇട്ടേക്കണം കേട്ടോ. ഈ നാരങ്ങ നീരിൽ ഈ മാല ഇങ്ങനെ കിടക്കട്ടെ ഒരു 10 മിനിറ്റ്. കണ്ടില്ലേ, ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് എത്രത്തോളത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഗൈസ്, ഇതാ ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം കണ്ടില്ലേ, നമ്മുടെ ഈ നാരങ്ങ നീരിൽ ഈ നമ്മളെ ഈ ചെയിൻ മുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കളറിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ക്ലാവൊക്കെ പോയതിൻ്റെ ഒരു കളറാണ്, പച്ച പോലെ കണ്ടില്ലേ, ഈ മാലയുടെ ക്ലാവൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തണുത്ത വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് തുടച്ചെടുക്കാം. കണ്ടില്ലേ, ക്ലാവൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുടച്ചെടുക്കാം. കണ്ടില്ലേ, ക്ലാവൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. നമുക്കിനി ഒരു തണുത്ത വെള്ളത്തിലിട്ട് വാഷ് ചെയ്തെടുക്കാം. തുടച്ചെടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിറ്റർജൻറ്റ് പൗഡർ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഏത് പൗഡർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ടൈഡിൻ്റെ പൗഡറാണ് കേട്ടോ. കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെയിൻ നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നല്ല രീതിയിൽ
നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത വെള്ളത്തിലോട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് തുടച്ച് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കണ്ടില്ലേ, ആവി ഇറക്കുന്ന കണ്ടില്ലേ, കണ്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ തുടച്ച് വെച്ചിരിക്കുന്ന മാല ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് ഈ ചൂടുവെള്ളത്തിൽ കിടക്കട്ടെ ഗൈസ്. ഏകദേശം ഒരു 5 മിനിറ്റ് ഈ ചൂടുവെള്ളത്തിൽ കിടക്കട്ടെ കേട്ടോ. ആശാൻ കുറച്ച് നേരം നമുക്ക് കുളിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിന് എടുക്കാം. അതായത് ആവിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുക്കുന്നതായിരുന്നു. നല്ല തിളച്ചിട്ടുള്ള ചൂടുവെള്ളം, നല്ല ആവി പറക്കുന്ന ചൂടുവെള്ളത്തിലാണ് ഇട്ടിട്ടുള്ളതായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് ശേഷം നമുക്കിങ്ങനെ എടുക്കാം. ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് തുണി വെച്ച് തുടയ്ക്കാം. തണുത്ത വെള്ളത്തിലിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ചൂടുവെള്ളത്തിൽ നേരെ എടുത്ത് നമുക്കിനി തുടച്ചിട്ടാണ് ഞങ്ങൾ തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. തുടയ്ക്കാതെ തുടച്ചിട്ട് വിടാൻ കേട്ടോ. ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇത് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഈ ഒരു ബൗളിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ മാലയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഒരു ബൗളിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഈ മാല ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. മാല എത്രത്തോളം കളർ വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഈ മഞ്ഞൾപ്പൊടി തന്നെ ഇങ്ങനെ കിടക്കട്ടെ ഗൈസ്. അപ്പോൾ അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് കൂടെ ചെയ്ത് നമ്മുടെ ഈ മാല എത്രത്തോളം കളർ വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. തണുത്ത വെള്ളത്തിലിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. തുളച്ചെടുക്കാം. തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചേർക്കാവുന്ന അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൗഡറാണ് കേട്ടോ.
ഏത് പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന പൗഡർ തന്നെ വേണമെന്നൊന്നുമില്ല. ഈ പൗഡറാണ് നമ്മൾ ക്ലാവൊക്കെ പോയിപ്പിച്ച് പുതിയൊരു മാലയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. അതായത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഗോൾഡ് കവറിങ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ നമുക്കിപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനം, ഇപ്പോൾ മാലയോട്ടെ കമ്മലയോട്ടെ എന്ത് സാധനമാണെങ്കിലും നമ്മുടെ വാങ്ങിക്കുന്ന ഗ്യാരണ്ടി തീരും മുമ്പ് ആണ് കളർ പോകണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് അറിയാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും.